ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. അപ്പോൾ നമുക്ക് പാർട്ട് 2 തുടങ്ങാം അല്ലേ. അപ്പോൾ ഇത്താത്തൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. കുറച്ച് മൃഗങ്ങൾ ചേർന്ന ഇത്താത്തനെ വല്ലാതെ വേദനിപ്പിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് പാലക്കടൻ ഫാമിലി ദക്ഷ എന്നാണ്. ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനലിൻ്റെ പേര് ഒന്ന് എടുത്തു പറയുന്നത് കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ഞാൻ ചില വീഡിയോകളിൽ പറഞ്ഞിട്ടേ ഉള്ളൂ. എന്തായാലും ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പിന്നെ തെറ്റുകളൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ എന്നോട് പറയാം കേട്ടോ. അപ്പം എന്നോട് ഇത്രയ്ക്കും തുറന്ന് പറയണമെങ്കിൽ ആ ഇത്തയ്ക്ക് എന്നോടൊരു ഉള്ളൊരു വിശ്വാസമുണ്ട്. അതായത് അവർക്കൊരു സമാധാനം കിട്ടും എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പം അതിന് ചില ആളുകൾ വേറൊരു രൂപത്തിലായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു വിധവയായ ഒരു സ്ത്രീയെ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും കല്യാണം കഴിക്കുന്നതും ശരിയാണോ, ശരിയല്ലയോ, അല്ലെങ്കിൽ ഞങ്ങൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അതല്ല ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. ഒരു വിധവയായ ഒരു സ്ത്രീക്ക് പിന്നെ അവർക്കൊരു ജീവിതം കൊടുക്കുമോ അല്ലെങ്കിൽ ജീവിതം കൊടുക്കണം എന്ന് പറയാനല്ല ഞാൻ വീഡിയോ ഇട്ടത്. വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കണം, മനസ്സിലായോ? ഒരു ഭർത്താവ് വരുത്തി വെച്ച കടങ്ങൾ വീട്ടാൻ സ്വന്തം ഭാര്യ, ആ ഭാര്യ തന്നെ വീണ്ടും കടത്തിലേക്ക് ഇറങ്ങുകയും കടം കൊടുക്കാതായപ്പോൾ കൂടെ കിടക്കണമെന്ന് പറഞ്ഞവരടക്കമാണ് ഈ മൃഗങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ കാര്യം അറിയാതെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ കമൻ്റ് ഇടാൻ വരരുത്. അപ്പോൾ എനിക്ക് ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ തന്നെ ഒരു ദിവസം ഫോൺ ചെയ്തിട്ട് ഹലോ ധന്യ, നിനക്ക് സുഖമല്ലേ, എന്തൊക്കെയുണ്ട് വിശേഷം, വീട്ടിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, മോളുടെ കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. എൻ്റെ മോളുടെ കാര്യങ്ങൾ, അവൾക്ക് ഹാർട്ടിൽ ഹോളാണല്ലോ, അപ്പം സർജറി എന്തായി, അങ്ങനെ എൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ പെട്ടെന്ന് ഇത്താത്ത അങ്ങനെ പെട്ടെന്നൊരു വിഷമത്തിൽ പറഞ്ഞു, ഞാനിപ്പോൾ ഒറ്റപ്പെട്ട് കഴിയണം മോളെ. അപ്പം ഞാൻ എന്താ പ്രശ്നം എന്താണ് ഇത്താത്ത വെച്ചപ്പോൾ, എനിക്ക് 2 പെൺകുട്ടികളാണ്. എൻ്റെ ഭർത്താവ് ഈ ഇടയ്ക്കാണ് മരിച്ചത്. പക്ഷേ ഭർത്താവ് മരിക്കാൻ കാരണം ഭർത്താവ് തന്നെയാണ്. കാരണം കുടിച്ച് കരളൊന്നുമില്ല, അങ്ങനെ ക്യാൻസർ വന്ന് മരിക്കുകയായിരുന്നു. അപ്പോൾ കുടിയും വലിയും ഒപ്പമാണ് ഒപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കസ്റ്റമർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അതായത് അവർ വല്ലാതെ ഭർത്താവ് ഇരിക്കുന്ന സമയത്ത് തന്നെ അവർ വല്ലാതെ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് പറയണത്. പിന്നെ അവരുടെ ഭർത്താവ് പലിശയ്ക്ക് വാങ്ങിക്കുന്ന ആളുകളുടെ നോട്ടവും ഭാവവും ഒന്നും ശരിയല്ല. എന്നാലും ഞാൻ ഭർത്താവിനോട് ഇങ്ങനെ പറയും, പക്ഷെ അയാളത് ചെവിക്കൊള്ളില്ല. കാരണം എന്നും കുടിച്ചിട്ടായിരിക്കും. അപ്പം നല്ല രീതിയിൽ ഒരു ദിവസം പോലും ആൾ വരില്ല. അങ്ങനെ ഭർത്താവ് ഒരുപാട് കടം വാങ്ങിച്ചു. അവസാനം ഭർത്താവിന് ആരും കടം കൊടുക്കാതെയായി. അതായത് വാങ്ങിച്ചാടും തിരിച്ചു കൊടുക്കാണ്ടായി കഴിഞ്ഞാൽ ആരും കൊടുക്കില്ലല്ലോ. അങ്ങനെ ഈ താത്തനെ വിട്ടിട്ട് പിന്നെ ചോദിപ്പിക്കാൻ തുടങ്ങി അയാൾ. അങ്ങനെ ഈ താത്ത പിന്നെ സ്റ്റിച്ച് ചെയ്യണം, ചെറിയൊരു സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയ തുണിക്കടയിൽ ഇങ്ങനെ പോയിട്ട് നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കും. പിന്നെ തുണിക്കടകളിൽ ടൈലർ ഷോപ്പിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ആ താത്ത. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ ഒരു ലോറി ഡ്രൈവറാണ്. പക്ഷേ ശരിക്കുമുള്ള ജോലി ഞാൻ പറയില്ല, ഞാനായിട്ട് പറയണമെന്നാണ് ഡ്രൈവറാണ്. അയാൾക്ക് ഓട്ടോയും ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അയാൾ ശരിക്കും ചെയ്യുന്ന പണി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തിരിച്ചറിയും. അപ്പം അതുകൊണ്ട് അത് പറയുന്നില്ല. ആൾക്കൊരു ഓട്ടോ ഉണ്ട്, ഓട്ടോ ഡ്രൈവറും കൂടിയാണ് അയാൾ. അപ്പോൾ അയാൾ ഇങ്ങനെ വരും. ഇനി ഇവർക്ക് വയ്യാണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഈ ആളുടെ വണ്ടിയിലേക്ക് തന്നെയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവസാനം പൈസ കൊടുക്കാണ്ടായിരിക്കുന്ന സമയത്ത് ഇയാളുടെ അടുത്ത് ഈ ഇത്താത്ത പൈസ ചോദിച്ചു. അപ്പോൾ ആദ്യം അയാൾ പൈസ കൊടുത്തു. ആദ്യം എന്തിനോ മൈക്രോ ഫിനാൻസിൽ എന്തോ ലോൺ അടയ്ക്കാനായിരുന്നു. അപ്പോൾ 5000 രൂപ കൊടുത്തു. അപ്പോൾ ലോണ് കിട്ടിയപ്പോൾ ആ പൈസ തിരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അയാൾ കഴിഞ്ഞൂലേ, അപ്പോൾ ഇതോടെ കഴിഞ്ഞൂലേ, ഇനി എന്താ പറയുക, ഇനി ഇടപാടൊന്നും ഇല്ലാലേ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അയാൾ സംസാരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ താത്തയ്ക്ക് പിന്നെയും
ബുദ്ധിമുട്ട് വന്നപ്പോൾ പിന്നെയും ഇയാളുടെ അടുത്ത് പൈസ ചോദിച്ചു. അങ്ങനെ അയാൾ ഒരു പിന്നെ ഈടും ഇല്ലാതെ ഇയാൾ നമ്മുടെ തടിക്ക് പൈസ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇവർ വാങ്ങിക്കും, അവിടെ നിന്നെങ്കിലും കടം വാങ്ങിച്ചിട്ട് ഇയാൾക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കും. അങ്ങനെ തന്നെ നാളെ തിരിച്ചു തരണമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ ഈ താത്ത നിങ്ങൾ അങ്ങനെ പണിയെടുത്തിട്ട് കിട്ടുന്ന പൈസ വേഗം ശരിയാക്കിയിട്ട്